ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറി യുഎസ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറുന്നത് യുഎസിലും ലോകമെമ്പാടുമുള്ള പൊതുജനാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുകൾക്ക് ശേഷം വ്യാഴാഴ്ച അമേരിക്ക ഔദ്യോഗികമായി പിന്മാറിയിട്ടുണ്ട്. കോവിഡ്-19 പാൻഡമിക്കിനെ നേരിടുന്നതിൽ യുഎൻ ആരോഗ്യ ഏജൻസിയുടെ പരാജയമാണ് തീരുമാനമെന്ന് അവർ വ്യക്തമാക്കി. 2025 തന്റെ പ്രസിഡന്റിന്റെ ആദ്യ ദിവസം തന്നെ യുഎസ് സംഘടനയിൽ നിന്നും പുറത്തു പോകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി നോട്ടീസ് നൽകി. യുഎസ് ആരോഗ്യ സ്റ്റേറ്റ് വകുപ്പുകളുടെ പത്രക്കുറിപ്പ് പ്രകാരം പിൻവലിക്കൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി യുഎസ് ലോകാരോഗ്യ സംഘടനയുമായി പരിമിതമായ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കൂ. ഒരു നിരീക്ഷകനായി പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയില്ല, വീണ്ടും ചേരാനും പദ്ധതിയില്ല, ഒരു മുതിർന്ന സർക്കാർ ആരോഗ്യ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. രോഗനിരീക്ഷണത്തിലും മറ്റ് പൊതുജനാരോഗ്യ മുൻഗണനകളിലും ഒരു അന്താരാഷ്ട്ര സംഘടനയിലൂടെയല്ല, മറ്റ് രാജ്യങ്ങളുമായി നേരിട്ട് പ്രവർത്തിക്കാൻ പദ്ധതിയിടുന്നതായി യുഎസ് പറഞ്ഞു. യുഎസ് നിയമപ്രകാരം പോകുന്നതിന് മുൻപ് ഒരു വർഷത്തെ നോട്ടീസ് നൽകുകയും കുടിശ്ശികയുള്ള എല്ലാ ഫീസുകളും ഏകദേശം $260 മില്യൺ അടയ്ക്കുകയും ചെയ്യണമായിരുന്നു. എന്നാൽ പിൻവലിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പണമടയ്ക്കൽ നടത്തണമെന്ന് ചട്ടത്തിൽ വ്യവസ്ഥയുണ്ടെന്ന് ഒരു യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ വാദിച്ചു. അമേരിക്കൻ ജനത ആവശ്യത്തിലധികം പണം നൽകി. വ്യാഴാഴ്ച നേരത്തെ ഒരു ഇമെയിലിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കി. വ്യാഴാഴ്ച പുറത്തിറക്കിയ ഒരു രേഖയിൽ ഏജൻസിക്കുള്ള ധനസഹായം സർക്കാർ അവസാനിപ്പിച്ചതായി ആരോഗ്യ മനുഷ്യസേവന വകുപ്പ് അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയ്ക്ക് ട്രില്യൺ കണക്കിന് ഡോളർ ചിലവായതിനാൽ ഭാവിയിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് യുഎസ് സർക്കാർ വിഭവങ്ങൾ കൈമാറുന്നത് താൽക്കാലികമായി നിർത്താൻ ട്രംപ് തന്റെ അധികാരം ഉപയോഗിച്ചുവെന്ന് HHS വക്താവ് പറഞ്ഞു. വ്യാഴാഴ്ച ജനീവയിലെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്തിന് പുറത്തുനിന്നും യുഎസ് പതാക നീക്കം ചെയ്തതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സമീപ ആഴ്ചകളിൽ മറ്റ് നിരവധി ഐക്യരാഷ്ട്രസഭാ സംഘടനകളിൽ നിന്ന് പിന്മാറാൻ യുഎസ് നീക്കം നടത്തിയിട്ടുണ്ട്. ട്രംപ് അടുത്തിടെ ആരംഭിച്ച സമാധാന ബോർഡ് ഐക്യരാഷ്ട്രസഭയെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തുമെന്നും ചിലർ ഭയപ്പെടുന്നുണ്ട്. നിരവധി WHO വിമർശകർ സംഘടനയ്ക്ക് പകരമായി ഒരു പുതിയ ഏജൻസി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ട്രംപ് ഭരണകൂടം അവലോകനം ചെയ്ത ഒരു നിർദ്ദേശരേഖ WHOയിൽ പരിഷ്കരണങ്ങൾക്കും അമേരിക്കൻ നേതൃത്വത്തിനും വേണ്ടിയുള്ള യുഎസ് പ്രേരണ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി നിരവധി ആഗോള ആരോഗ്യ വിദഗ്ധർ പുനർവിചിന്തനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയതായി ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ഉൾപ്പെടുന്നു. 2024-ലും 2025-ലും യുഎസ് നൽകേണ്ട ഫീസ് ഇതുവരെ അടച്ചിട്ടില്ലെന്നും WHO അറിയിച്ചു. ഫെബ്രുവരിയിൽ നടക്കുന്ന WHOയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൽ അംഗരാജ്യങ്ങൾ യുഎസ് വിടുന്നതിനെക്കുറിച്ചും അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന് WHO വക്താവ് പറഞ്ഞു. ഇത് യുഎസ് നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ്. ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത നിരീക്ഷകനും വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ ഓ'നീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഹെൽത്ത് ലോയുടെ സ്ഥാപക ഡയറക്ടറുമായ ലോറൻസ് ഗോസ്റ്റിൻ പറഞ്ഞു. എന്നാൽ ട്രംപ് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും പ്രതികരിക്കുന്നതിനും ലോകം ആശ്രയിക്കുന്ന സംവിധാനങ്ങളെയും സഹകരണങ്ങളെയും ദുർബലപ്പെടുത്താൻ ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള യുഎസ് പിന്മാറ്റം കാരണമാകുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.